ഒരു ഗതിയും പരഗതിയില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ ലോകത്തുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചെകുത്താന്റെ ആക്ടർ മോഹൻലാലിന്റെ വിഷയം. അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ചില പിള്ളേരൊക്കെ ജിമ്മിലൊക്കെ പോയി ഫോട്ടോ ഇടും, അതുപോലെ മലയാളം മുകളിലൊക്കെ പോയി ഫോട്ടോ ഇടും, അത് റീൽസ് ഒക്കെ ചെയ്യുന്ന പിള്ളേർ അവരുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടിട്ട് വേറെ ഒരാളുടെ അടുത്തുകൊണ്ട് കാണിച്ച് അവര് ഫോട്ടോ ഇടും, അത് സെന്റ് തരാം അവര് ഫോട്ടോ വയ്ക്കുക, അയ്യേ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവൻ ഒരു ഗതിയും പരഗതി ഉണ്ടാവില്ല, ഇവനെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഓരോരുത്തരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കൊണ്ട് നാട്ടുകാരെ കാണിച്ച് അവരെ എടുത്തിട്ടുള്ളൂ. ഇവൻ സ്വന്തം ചിന്തിക്കണം, ഇവൻ എന്നാ ഉള്ളത് ആ സ്വന്തം ചിന്തിക്കണം, എന്നാ ഉള്ളത് സ്വന്തം ചിന്തിക്കുക. അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ഒരാളെ കാണിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അന്നേരം സപ്പോർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് കുറച്ചു നേരം കഴിയുമ്പോൾ അവർക്ക് തോന്നി ഇവരെന്തും ഇങ്ങനെ, കാരണം അവന്റെ ഉള്ളിൽ നിങ്ങളോട് പുച്ഛം മാത്രമായിരിക്കും. അതുപോലെയാണ് ഇപ്പൊ ഇന്ന് യൂട്യൂബർ ഇത്രയും വയനാട്ടിൽ ഇത്രയും ദുരന്തം സംഭവിച്ചിട്ട് അവിടെ പോയി കണ്ട് അവിടെ ലെഫ്റ്റനന്റ് കേണലായിട്ടാണ് അദ്ദേഹം പോയത്, ഇത്രയും സഹായിച്ചു. എന്നിട്ട് ഈ ഒരാൾ ഇങ്ങനെ പറയണമെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരാൾ കഷ്ടപ്പെട്ടതും ചെയ്തിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് നമ്മൾ ചിരിച്ച് നാട്ടുകാരും ഒക്കെ എന്തിനിരിക്കണം, എന്ത് വല്ല നാട്ടുകാർക്കും ഗുണമല്ല, ആർക്കും